ഹലോ ഗൈസ്, സോനാസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിഷിംഗ് സ്റ്റോറിയാണ്. ആദ്യം വ്ളോഗാണെന്ന് ഉദ്ദേശിച്ചത്, പിന്നെ സ്റ്റോറി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവും തോന്നി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതായത് നിങ്ങളെ ജെന്യൂൻ റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് റെഡിയാക്കാൻ സാധിക്കൂ. സോ നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചു കാലം മുന്നേ എന്ന് പറഞ്ഞാൽ അധികം മുന്നേ ഒന്നുമില്ല, 2020, അതായത് കൊറോണ കാലം. അതായത് ആ സമയത്താണ് നമ്മൾ ഫിഷിംഗ് ഫ്രീക്സിന്റെ വീഡിയോ കാണാൻ ഇടയായത്. അന്നേരം തുടങ്ങിയ ആഗ്രഹമാണ് ഫിഷിങ്ങിലേക്ക്. അതായത് മെയിനായിട്ട് വരാല് അങ്ങനത്തെ ടൈപ്പ് മീനിനെ പിടിക്കാനാണ് മെയിനായിട്ട് ആഗ്രഹം വന്നത്. എന്നാലും ഫിഷിങ്ങിനോടുള്ള ആഗ്രഹം നല്ലോണം കയറി വന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല ഈ ആഗ്രഹം വന്നത്, വേറെ 4 പേരുണ്ട്. ഇതാണ് ആ 4 പേര്. ഇതിൽ ഫസ്റ്റ് വൺ ഞാനാണ്, സെക്കൻഡ് വൺ എൻ്റെ ബ്രദർ, ബാക്കി 3 ആൾക്കാർ എൻ്റെ കസിൻസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പം കാണുന്നതാണ് നമ്മൾ 5 കൊല്ലം മുന്നേ ഫിഷിങ്ങിന് പോയിട്ടില്ല ഒരു ഫോട്ടോ. സോ എന്നാൽ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതായത് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അയ്യോത്താണ്. അപ്പോൾ അത് നല്ലൊരു ഫിഷിംഗ് സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. സോ അവിടുന്ന് മീൻ കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാറില്ല. അതിൻ്റെ ഒരു മിനി വ്ളോഗ് ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആകെ ഒറ്റ ചെറിയൊരു മീൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ റോഡ് റീലൊക്കെ വാങ്ങിച്ചിനി. ഇനി അതില്ലാഞ്ഞിട്ട് മീൻ കിട്ടണ്ടെന്ന് വെച്ചു. പക്ഷെ എന്ത് കാര്യം, വലിയ മാറ്റമൊന്നുമില്ല. സോ ഇതൊക്കെ മടുത്ത് നമ്മൾ കണ്ണൂർ വിട്ട് വടകര പോയി ഫിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ കൂട്ടത്തിൽ ഒരാൾ വടകരയാണ്. സോ അങ്ങനെ നമ്മൾ നേരെ വിട്ട് വടകര പേരാമ്പ്രേൻ്റെ അടുത്തുള്ള കാര്യത്താഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൂടി. കാരണം ഫിഷിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അതേപോലെ തന്നെ അവിടെ വന്ന സമയത്ത് ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിന്. പക്ഷെ മീനും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, എന്നാലും മീൻ പിടിക്കുന്നുണ്ടായിന്. പിന്നെ സ്ഥലത്തിനെ കുറിച്ചൊന്നും പറയാനില്ല, വൈബാക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതായത് ഈവനിങ് ടൈമിലും വന്നിരിക്കാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ്. അന്ന് നമുക്കിനി നമ്മളെ കാര്യത്തിലോട്ട് പോകാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനാണ്. അപ്പോൾ ഇതിന് നേരെ അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്പോട്ട് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഫിഷിംഗ് തുടങ്ങി. അതായത് നമ്മൾ സാധാ മൈദയും മഞ്ഞളും വെച്ചിട്ടുള്ള ഫിഷിങ്ങും ചെയ്യുന്നുണ്ട്. അതായത് ഏറുചൂണ്ടയിൽ ഫിഷിങ്ങും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റോഡും റീലും ചെയ്തിട്ടും ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഏതിലാണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് 2 തുമ്പി ഒരുമിച്ചിരിക്കുന്നുണ്ട്. അതിന് ആണും പെണ്ണും ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം ആരോ ഇതേപോലെ ഫിഷ് ട്രാപ്പ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് അതിൽ നോക്കാമെന്ന് ചോദിച്ചു എത്ര മീൻ കിട്ടിയിട്ടുണ്ട്. ആ ചെറുങ്ങനെ തുള്ളുന്നത് ഇത് ഇന്ന് രാവിലെ ചക്കേനെ നിന്നാ മീന് അങ്ങനെ അറ്റ്ലാസ്റ്റ് ആ ഒരു ഏറ് ചൂണ്ടയിൽ നമുക്കൊരു മീനിനെ കിട്ടി. ചെറിയൊരു മീനാണ്. സാധാരണ നമ്മൾ അതിനെ റിലീസ് ചെയ്യാറ് പതിവ്. കാരണം എത്തിക്സ് നോക്കലുണ്ട് നമ്മൾ. ഇതിനെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല, കാരണം വീട്ടിൽ പോയി എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടേ. ഞാനാണെങ്കിൽ ഇവിടെ കാസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ പായലും അതേപോലെ പുല്ലും കാര്യങ്ങളല്ലാണ്ട് വേറൊന്നും ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെ കുറേ സമയമായിട്ട് വേറെ മീനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ അങ്ങ് ചേഞ്ച് ചെയ്തു. അങ്ങനെ നമുക്ക് മീനൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി സാരൂൻ എന്നാ പറയാനുള്ളത്. സോ അങ്ങനെ നമ്മൾ ലൊക്കേഷൻ നമ്പർ 2ലേക്ക് എത്തി. ആദ്യം തന്നെ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു ഇവിടെ മീനും കാര്യങ്ങളുണ്ടോന്ന്. അപ്പോൾ അവരതിൻ്റെ അപ്പുറം തന്നെ ഇല്ലൊരു സ്ഥലം കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ ആയുധമായിട്ട് അവിടെ എത്തി. ഗൈസ്, നമുക്ക് ലാസ്റ്റായിട്ട് നല്ലൊരു ഹോപ്പ് വന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്ട്രൈക്ക് വീണു. പക്ഷേ മീനെ കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് വന്നതിന് ശേഷം നമ്മൾ കുറേ വട്ടം കാസ്റ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഒരു പുളിമരത്തിൽ നല്ല രീതിയിൽ കുടുങ്ങുന്നുമുണ്ട്. അങ്ങനെ കുറേ കാസ്റ്റ് ചെയ്തു. പക്ഷേ മീനും കാര്യങ്ങളൊന്നും പിന്നെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ദിവസത്തെ ഫിഷിങ് നമ്മളിവിടെ നിർത്തി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റ് നമ്മളെ സ്പോട്ടിലേക്ക് പോയി. അതായത് ഇന്നലെ കാസ്റ്റ് ചെയ്ത ആ ഒരു സ്പോട്ടിലേക്ക്. അപ്പോൾ അവിടെ 2-3 കാസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു സ്പോട്ട് ഉണ്ട്, അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉള്ളിലേക്ക് പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള വഴികളാണ്. കാരണം ഫുൾ വെള്ളമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്നാലും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. അതായത് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ തന്നെ നല്ലൊരു വൈബാണ്. അപ്പം നമ്മളങ്ങ് നടന്നുപോയി. അവിടെ എത്തിയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തു. അവിടെ നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ അവിടെ നല്ല രീതിയിൽ കാസ്റ്റ് ചെയ്തു. പക്ഷേ എപ്പത്തിയും പോലെ തന്നെ ഒന്നുമില്ല. സോ അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ കുറേ സമയം കാസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു റിസൾട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനം എടുത്തു. അതായത് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും നല്ല സ്ഥലം നോക്കിയിട്ട് തന്നെ പോകണം. എന്തായാലും നമ്മളിത് നിർത്താനൊന്നും പോകുന്നില്ല. നമ്മൾ ഫിഷിങ് ചെയ്തിട്ട് മീനിനെ കിട്ടുന്ന വീഡിയോ ഞാൻ എന്തായാലും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷിങ്ങിലുള്ള സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം. അതായത് ഈ ഒരു മീനിനെ പിടിക്കാനെല്ലാം വല്ല ടിപ്സോ ട്രിക്സോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കെന്നാൽ അടുത്ത വീഡിയോ കാണാം.